ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നും നമ്മൾ ട്രിച്ചിയിൽ തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഇറങ്ങുകയാണ്. അതായത് ഇതിപ്പോൾ ശ്രീരംഗം എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീരംഗം, പാർട്ട് ഓഫ് ട്രിച്ചി. ഇവിടെ ഒരു എന്താ പറയുക, ടെമ്പിൾ സിറ്റി എന്ന് പറയാം, ഒരു ഹോളി പ്ലേസ് എന്ന് പറയാം. ഇച്ചിരി കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രീരംഗം ടെമ്പിൾ എത്തും. അതിന് മുന്നേ ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു മാർക്കറ്റ് ഏരിയയിലാണ്. ഇത് പൂവിൻ്റെ മാർക്കറ്റാണ്, ഫ്ലവർ മാർക്കറ്റ്. ആ ഫ്ലവർ മാർക്കറ്റ് രാവിലെ തന്നെ സജീവമാണ്. ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം എന്താ പരിപാടിയെന്ന്. ഇവിടെ ഇപ്പോൾ പലതരം പൂവുകൾ, ഹാരം കെട്ടാനുള്ള കാര്യങ്ങൾ, ഹാരം കെട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളായി ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂക്കളും വാങ്ങാം. അതിൻ്റെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിന്ന് പൂ വാങ്ങിക്കൊണ്ടുപോയി ഹാരം കെട്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ദർപ്പപ്പുല്ല്, പിന്നെ കൂളത്തിൻ്റെ ഇല, അത് ശിവഭഗവാനുള്ളത്, അങ്ങനത്തെ കണ്ടോ പല പല സൈസ്. ഇത് 180, ഇതെല്ലാം മറ്റേ വരിഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. ഇത് 450, പല സൈസിനുണ്ട് കേട്ടോ. ഏറ്റവും വലുതെന്ന് പറയുന്നത് 750, പക്ഷെ നല്ല ഭംഗിയുണ്ട്. 750. പിന്നെ പല പല സൈസിലെ മൂടാസ്, ഇതെല്ലാം തമിഴ്നാട്ടിൻ്റെ മാത്രം സ്വന്തം കിട്ടുന്നത്. പുള്ളി രാവിലെ ബിസിനസ്. യെസ്. ഓ, ഇതൊരു ഭംഗിയുള്ള മാർക്കറ്റ്. നോക്കിയേ, ചെമ്പന്തിയാണ്, ചെമ്പന്തിപ്പൂ, മഞ്ഞ, ഓഫ് വൈറ്റ്. ഓ, എന്ത് രസമായിരിക്കുന്നു. മുല്ല, അത് കനകാമ്പരം. അല്ല, കനകാമ്പരം പൂവൊക്കെ കണ്ട കാലം പറഞ്ഞു ഞാൻ, സത്യം പറഞ്ഞു. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന അല്ല കനകാമ്പരം ഇല്ലേ. ഇത് പാരിജാതം. ഓ ശരിയാണല്ലോ, പാരിജാതം. ഭയങ്കര മണമാണ്. പനിനീർ റോസ്, അല്ലാത്ത റോസ്. പിന്നെ തുളസിയാ, കൃഷ്ണ തുളസിയാ? അല്ല, ഓ കൃഷ്ണ തുളസി. 10 രൂപ. ഇത് ഹോൾസെയിൽ മാർക്കറ്റാ, ഫ്ലവർ. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ്. ഇതൊക്കെ വാടാമുല്ല, എല്ലാ പൂക്കളും ഉണ്ട്. ഇതെല്ലാം എതുക്ക് കോവിലിക്ക മാല കെട്ടാൻ, ഹാരം കെട്ടാനായിട്ടാണ് ഇതെല്ലാം ഇവിടെ നിന്ന് ആൾക്കാർ വാങ്ങുന്നത്. ചെറിയ കച്ചവടക്കാർ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് മാല കെട്ടി വിൽക്കും. അപ്പോൾ പൂ അതിൻ്റെ ഹോൾസെയിൽ റേറ്റിന് കിട്ടും. ഇത് താമരമൊട്ട്, ദർപ്പപ്പുല്ല്, ഞാൻ നോക്കിയേ, തുളസി, പിന്നെ തെറ്റിപ്പൂ വരെ ഉണ്ടോ. കൊളുന്ത്, തെറ്റിപ്പൂ, കൊളുന്ത്, തെറ്റി, റോസാപ്പൂ, പലതരം. ഈ ഇവിടെ ഒരുപാട് കളേഴ്സിൽ, അവിടെയും കുറേ കളേഴ്സിൽ. എങ്ങോട്ട് നോക്കണമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ച. ചെറിയ അത് എന്നാ ഇല പാശിപ്പച്ച. ഇത് ഹാരം കെട്ടുന്നു. ഇത് മറു. ഏത് വാടാ, നല്ല മണമാ, വാസന, നല്ല വാസന. ഓഹോ, ചിന്ന കുളന്തകൾക്ക് രാവിലെ തന്നെ നല്ല കളർഫുൾ കാഴ്ചകളാണ് അത് കാണുന്നത്. ഓ, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച. ജമന്തിയുടെ ഒരു വൻ കളക്ഷൻ, ഇത് ഇഷ്ടം പോലെ. ഇതൊരു വലിയ കടയാണ് തോന്നുന്നു അവരുടെ ക്വാണ്ടിറ്റി വൈസ്. റോസാപ്പൂ എല്ലാം ഇങ്ങനെ. ഓഹൻ്റെ അമ്മേ, ഇതൊക്കെ എവിടെയായിരിക്കും കൃഷി ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യെല്ലോ റോസ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഓണക്കാലം ആലോചിക്കുകയാണ്. ഈ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത്തപ്പൂ ഇടാനായിട്ടൊക്കെ പൂ വാങ്ങാനായിട്ട്. ഇത് ഫുള്ള്, ഈ റോഡ് കംപ്ലീറ്റ് ഫ്ലവർ മാർക്കറ്റാണ്. ഇത് ഹാരം ഓൾറെഡി കെട്ടിയിട്ടിരിക്കുന്നു. തേനീച്ച നോക്കൂ, തേനീച്ച കറങ്ങി നടക്കുന്നു. ഇഷ്ടം പോലെ റോസാപ്പൂ. ഇത് മഞ്ഞ റോസ. ഇതെല്ലാം എവിടെ വരുന്നത്, എവിടെ നിന്ന് വരുന്നത്? ഇതെല്ലാം എവിടെയാണ് കൃഷി? ബാംഗ്ലൂർ തന്നെ അല്ലേ? കർണാടക ഭാഗത്ത്. കർണാടക ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്. ഓ, രക്ഷയില്ലാത്ത കളക്ഷൻ. നല്ല രാവിലെ ഭയങ്കര ബിസിനസ്സാണ്. കാര്യം റീറ്റെയിലേഴ്സാണ് ഏറ്റവും കൂടുതൽ വന്ന് വാങ്ങുന്നത്. വീട്ടുകാരും വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ റോഡ് അങ്ങറ്റം വരെ പോയാലും ഇത് തന്നെയാണ് കേട്ടോ കാഴ്ച. ഇവിടെ ഇങ്ങനെ തട്ടുന്നു, എടുക്കുന്നു. ഈ സൈഡിലൊക്കെ നോക്കിയാൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ശ്രീരംഗം ടെമ്പിൾ. ശ്രീരംഗത്ത് തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഫ്ലവർ മാർക്കറ്റ് ഏരിയയിൽ. ഇനി ഇവിടുന്ന് പോവാം. അങ്ങനെ തിരക്ക് പിടിച്ച ഫ്ലവർ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഭയങ്കര കളർഫുൾ ആൻഡ് പോസിറ്റീവ്.
ആവാരം പൂ. ഓക്കെ. ഇത് നോക്കി, ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ആവാരം പൂ എന്നാണ് പറയുന്നത്. നമ്മുടെ കൊന്ന മരത്തിലെ ആ കൊന്നയല്ല, വേറൊരു ടൈപ്പ് കൊന്നപ്പൂ പോലെ ഇരിക്കും. പക്ഷേ ഇതിങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് കാപ്പിയിടും, കാപ്പിക്ക് അല്ലേ? കാപ്പി എന്ന് പറയുമ്പോൾ ഇത് ഉണക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് പൗഡർ ചെയ്തിട്ട് കാപ്പിയെ പൊട്ടി കുടിക്കും. ഓക്കെ, ആവാരം പൂ പൗഡർ. ശ്രീരംഗം ടെമ്പിൾ പ്രിമൈസസിലാണ്. എൻ്റെ പിന്നിൽ ഗോപുരം കാണാമല്ലോ. അതൊരു ഗോപുരമൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട് അവിടെ. അങ്ങനെ രംഗസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ശ്രീരംഗം രംഗസ്വാമി ടെമ്പിളിൻ്റെ ഇത് വലിയ ഗോപുരം. ഇത് ഒരു എൻട്രൻസ് ആണ്. ഇങ്ങനെ കുറേ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അകത്തേക്ക് പോകാം. ഇവിടെ നമുക്ക് ഷൂസ് ചപ്പലെല്ലാം വയ്ക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ടോക്കൺ തരും, ചെറിയ പൈസ. പിന്നെ അത് വെച്ചിട്ട് ഇവിടെ നോക്കി രഥോത്സവത്തിൻ്റെ ആവശ്യമില്ല. ആ രഥമൊക്കെ അകത്തുണ്ട്. ഇനി അകത്തേക്ക് പോകാം. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന ട്രിച്ചിയിലെ ശ്രീരംഗം എന്ന സ്ഥലത്താണ് ശ്രീരംഗനാഥ സ്വാമി തിരുക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു രംഗനാഥർ എന്നും ലക്ഷ്മി ദേവി രംഗനായകി തായർ എന്നും ഉള്ള തിരുനാമത്തിൽ വാഴുന്നു. ഭഗവാന് രംഗരാജൻ എന്നും പെരിയ പെരുമാൾ എന്നും പേരുണ്ട്. ഈ സ്ഥലത്തിന് തിരുവരംഗം, പെരിയ കോവിൽ, ഭൂലോക വൈകുണ്ഠം എന്നുള്ള പേരുകളും ഉണ്ട്. കാവേരി നദി ട്രിച്ചിക്കടുത്തായിട്ട് രണ്ടായി പിരിഞ്ഞ് തെക്ക് കാവേരിയായും വടക്ക് കാവേരി എന്ന കൊള്ളിടം ഡാമായും വീണ്ടും കൂടിച്ചേർന്ന് കാവേരി പൂമ്പട്ടണത്തിലെത്തി കടലിൽ ചേരുന്നു. ഏകദേശം 600 ഏക്കർ ചുറ്റളവിലുള്ള ഈ തുരുത്തിലാണ് 156 ഏക്കറിൽ ശ്രീരംഗം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അരംഗം എന്നാൽ തമിഴിൽ ദ്വീപ് എന്ന് പറയുകയും തിരുവരംഗം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലമാണ് പിൽക്കാലത്ത് ശ്രീരംഗം എന്നായി അറിയപ്പെട്ടത്. 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ശ്രീരംഗസ്വാമി ക്ഷേത്രത്തിനുള്ളത്. 108 ദിവ്യദേശങ്ങളിൽ ഭഗവാൻ തെക്ക് ദർശനമായി ശയിക്കുന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. സംഘകാലത്തിന് മുന്നേ തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ശരിയായ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യയിലെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ലോകത്തിലെ 2ാമത്തെ വലിയ ക്ഷേത്രവും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജഗോപുരമുള്ള ക്ഷേത്രവും ഇതാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട്. വർഷത്തിൽ 111 നാൾ ഉത്സവം കൊണ്ടാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിലെ വിശ്വരൂപ പൂജ വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ പലതാണ്. അതിൽ ചിലത് മാത്രം ഞാൻ പറയാം. യുഗങ്ങൾക്ക് മുൻപ് ബ്രഹ്മദേവന്റെ കഠിന തപസ്സിനാൽ പാൽക്കടലിൽ നിന്നും അന്തശായിയായി ഉയർന്നു വന്നതാണ് ശ്രീരംഗം ക്ഷേത്രത്തിലെ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ എന്നാണ് ഐതിഹ്യം. ഈ വിഗ്രഹം ബ്രഹ്മാവ് സത്യലോകത്ത് പ്രതിഷ്ഠിക്കുകയും പൂജയ്ക്കായി സൂര്യദേവനെ ചട്ടം കെട്ടുകയും ചെയ്തു. സൂര്യവംശ പരമ്പരയിലെ രാജാവായ ഇഷ്ടു അഗു ഒരു ദിവസം സത്യലോകത്ത് എത്തുന്നു. രാജാവിന്റെ ആഗ്രഹപ്രകാരം ബ്രഹ്മദേവൻ ഈ ശ്രീരംഗനാഥ പ്രതിഷ്ഠ ഇഷ്ടു അഗുവിന് നൽകുകയും ചെയ്യുന്നു. അദ്ദേഹം പൂജിച്ച ഈ വിഗ്രഹം പിന്നീട് അദ്ദേഹത്തിന്റെ വംശപരമ്പരയിലെ തന്നെ പിൻഗാമിയായ ദശരഥ മഹാരാജാവും പിൽക്കാലത്ത് ശ്രീരാമ ഭഗവാനും പൂജിച്ചു എന്നും ഐതിഹ്യം. രാവണവധത്തിന് ശേഷം ശ്രീരാമ പട്ടാഭിഷേകത്തിന് അയോധ്യയിലെത്തിയ വിഭീഷണ മഹാരാജാവിന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ പ്രതിഷ്ഠ സമ്മാനമായി കൊടുത്തു. അതോടൊപ്പം ലങ്കയിൽ എത്തുന്നത് വരെ പ്രതിഷ്ഠ താഴെ വെക്കരുതെന്നും ചട്ടം കെട്ടുന്നു. വിഭീഷണ മഹാരാജാവ് വിഗ്രഹം തലയിൽ ചുമന്നുകൊണ്ട് ലങ്കയിലേക്ക് പറക്കവേ കാവേരി നദിയുടെ കരയിൽ ചന്ദ്രപുഷ്കരണി എന്ന സ്ഥലത്ത് സന്ധ്യാവന്ദനത്തിനായി ഇറങ്ങി. വിഗ്രഹം താഴെ വയ്ക്കാൻ പറ്റാത്തതിനാൽ ആരെങ്കിലും ഏൽപ്പിക്കാനായി നോക്കുമ്പോൾ വിഭീഷണ മഹാരാജാവിന് മുന്നിൽ ഗണപതി ഭഗവാൻ ഒരു ഗോപാലകന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ വിഗ്രഹം വിഭീഷണ മഹാരാജാവ് ഗോപാലകന്റെ കൈകളിലേക്ക് സൂക്ഷിച്ചു വെക്കാനായി കൊടുക്കുന്നു. സന്ധ്യാപൂജയൊക്കെ കഴിഞ്ഞ് വിഭീഷണ മഹാരാജാവ് തിരിച്ചെത്തുമ്പോൾ ആ ഗോപാലകൻ വിഗ്രഹം താഴെ വെച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ചെയ്തതിൽ കോപാകുലനായ വിഭീഷണ മഹാരാജാവ് ഗോപാലകനായി വന്ന ഗണപതി ഭഗവാന്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു എന്നും ഐതിഹ്യം. ലങ്കയിലേക്ക് വിഗ്രഹം കൊണ്ടുപോകാനായി വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചിട്ടും വിഗ്രഹം ഇളക്കാൻ സാധിക്കാതെ വിഷമിച്ച വിഭീഷണ മഹാരാജാവിന്റെ മുന്നിലേക്ക് അവിടുത്തെ ചോള രാജാവായ ധർമ്മവർമ്മൻ എത്തുകയും അദ്ദേഹം ഈ വിഗ്രഹം കാവേരി തീരത്ത് തന്നെ ഇരിക്കട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു. വിഷമത്തിലായ വിഭീഷണ മഹാരാജാവും ചോള രാജാവും നിൽക്കുമ്പോൾ അവിടെ ഒരു അശരീരി കേൾക്കുന്നു. അതിൻ പ്രകാരം ഭഗവാൻ ഇവിടെ കാവേരി നദിയുടെ തീരത്ത് കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നുവെന്നും
വിഭീഷണ മഹാരാജാവിന്റെ ലങ്കയുള്ള തെക്കു ഭാഗത്താണ് ഭഗവാൻ ശയിക്കുന്നതെന്നും പറയുന്നു. പിന്നീട് ധർമ്മവർമ്മൻ മഹാരാജാവ് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പണിയുകയും അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. കാലങ്ങൾ കഴിഞ്ഞ് പിൽക്കാലത്ത് കാവേരി നദി കരകവിഞ്ഞ് കുത്തിയൊഴുകുകയും ആ പ്രളയത്തിൽ ഈ ക്ഷേത്രം മണ്ണിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ചോള രാജാവിന്റെ കാലത്താണ് മണ്ണിനടിയിൽ നിന്നും സ്വർണവർണ്ണത്തിൽ വിമാനത്തോടു കൂടിയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠ വീണ്ടെടുക്കുന്നത്. പിന്നീട് അദ്ദേഹം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ശ്രീരംഗം ക്ഷേത്രം എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ആ ചോള രാജാവിന്റെ പേര് കിളിച്ചോളൻ എന്നാണ് പറയുന്നത്. സംഘകാലത്ത് ജീവിച്ചിരുന്ന കിള്ളിവലവൻ ചോളൻ ആയിരിക്കാം പിൽക്കാലത്ത് ആ പേര് ലോപിച്ച് കിളിച്ചോളൻ ആയത് എന്നും അനുമാനിക്കാം. 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാലാകാലങ്ങളായി മാറി വന്ന ചോള, പാണ്ഡ്യ, ഹൊയ്സല, വിജയനഗർ രാജവംശങ്ങൾ ശ്രീ രംഗനാഥ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും വികസനത്തിനും വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു നടത്തിയിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ ആ കാലത്തും ഇവിടെ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ 2 പടയോട്ടക്കാലം, അതായത് ആദ്യത്തെ പടയോട്ടം 1311 AD, രണ്ടാം പടയോട്ടം 1323 AD. ഈ 2 പടയോട്ടം കൊണ്ടും നശിച്ചുപോയ ശ്രീരംഗവും ശ്രീരംഗത്തെ ക്ഷേത്രവും ഒക്കെ തന്നെ വിജയനഗർ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ 4 ദിശകളിലായി 4 വലിയ ഗോപുരങ്ങളും അതുകൂടാണ്ട് വേറെയും കുറേ ഗോപുരങ്ങളുണ്ട്. മൊത്തം 21 ഗോപുരങ്ങളും 7 പ്രകാരങ്ങളും 54 സന്നിധികളും ഉണ്ട് ഈ ക്ഷേത്രത്തിന്. 13 കലശത്തോടെ 13 നിലകളിലായി 236 അടി, അതായത് ഏകദേശം 75 മീറ്റർ പൊക്കത്തോടുകൂടി തെക്ക് ദർശനമായി നിൽക്കുന്നു രാജഗോപുരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാജഗോപുരമാണിത്. 400 വർഷം മുൻപ് പണി തീർക്കാനാകാതെ നായ്ക്കർ രാജാക്കന്മാർ നിർത്തിവെച്ചിരുന്ന ഈ ഒരു ഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കിയത് 1987 അക്കോലിയ മഠമാണ് ഈ രാജഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ആദ്യകാലം മുതലുള്ള എന്നാൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഒരു ഗോപുരം മാത്രം ഇവിടെ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിന് വിധവാ ഗോപുരമെന്നും വെള്ളை ഗോപുരമെന്നുമെല്ലാം പേരുണ്ട്. ക്ഷേത്രത്തിലെ തന്നെ ദേവദാസിയായിരുന്ന വെള്ളമ്മാളിന്റെ ത്യാഗത്തിന്റെ പ്രതീകമായിട്ടാണ് ആ ഗോപുരം വെള്ളയായി നിലകൊള്ളുന്നത്. കണ്ടാലും കണ്ടാലും മതിവരാത്ത, കേട്ടാലും കേട്ടാലും തീരാത്ത അത്ര കഥകളുള്ള, ഐതിഹ്യങ്ങളുള്ള, കണ്ടിരിക്കേണ്ട പെരുമയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീരംഗം ക്ഷേത്രം. അങ്ങനെ പ്രധാനപ്പെട്ട ഡയറ്റി, അതായത് രംഗസ്വാമി മഹാവിഷ്ണുവിൻ്റെ മെയിൻ ഡയറ്റി ഇരിക്കുന്ന ഗർഭഗൃഹയിൽ പോയി, അതായത് സാങ്ക്ടോറിയം, അവിടെ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളിലും തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും 100 രൂപ ദർശനമുണ്ട്. അതിനെക്കാട്ടി പരിചയം ഉണ്ടെങ്കിൽ അങ്ങനെ ദർശനം, അങ്ങനെ പിന്നെ കുറച്ച് ചില ക്ഷേത്രങ്ങളിൽ ഇത് സഹായിക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് പൈസ കൊടുത്ത് അവർ ഒരുപാട് പൈസ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ 100 രൂപീസ് ദർശനമുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് പരിചയത്തിൻ്റെ പുറത്ത് കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ നടന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് പ്രസാദം, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 200 രൂപീസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. ഇത് നോക്കിക്കേ, ഇത് ഒരു പലഹാരം. ഇത് ഏത് പലഹാരം എന്ന് എനിക്ക് അത്ര വഴി, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് തോന്നുന്നു. പിന്നെ അതിരസം, ഇതൊരു വട മാതിരി ഇരിക്കുന്നു കേട്ടോ. ലഡു, മുറുക്ക്, ഇത് വളരെ സ്പെഷ്യൽ മുറുക്കാണ്. മൈസൂർ, എല്ലാം കൂടി 200. കൊള്ളാം, നൈസ്. ഇത് എനിക്ക് തോന്നുന്നു രംഗസ്വാമി ടെമ്പിളിലെ സ്പെഷ്യലാണ്. ഇതിൽ ഉഴുന്ന് പരിപ്പെല്ലാം ഉണ്ട്. പ്രസാദം, ഭഗവാന്റെ പ്രസാദമാണ്. ഇത്രയും കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടോ വന്നത്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ തുടക്കം പ്രസാദത്തിൽ നിന്നാകാം. അതിരസം, കായസഞ്ചിയിൽ ഇട്ടാൽ തരുന്നില്ല. ഇത് തേൻകുഴൽ മുറുക്കം, ലഡു, മൈസൂർപാക്ക്, എല്ലാം നല്ലത്. മധുര മീനാക്ഷി ടെമ്പിളിൽ ഇപ്പോൾ പായസം പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അയ്യോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നു. ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ അന്വേഷിച്ചു, വട എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശ്രീരംഗം ടെമ്പിൾ വട സ്പെഷ്യൽ. വടയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു ഉഴുന്ന് വടയുടെയും പരിപ്പുവടയുടെയും മിക്സ്ഡ് ടേസ്റ്റാണ്.
കൂടുതലും ഉഴുന്നുവടയോടാണ് സാമ്യം. അതായത് ഇതിലെ പ്രധാന ചേരുവ ഒന്ന് ഉഴുന്നാണെന്ന് മനസ്സിലായി, ചെറുപരിപ്പുണ്ടെന്ന് മനസ്സിലായി, ചീര ഇല ഒരു ഇല ഐറ്റം ഉണ്ട്, പച്ചമുളകുണ്ട്, ഭഗവാന്റെ നേദ്യമാണ്. ഹനുമാൻ സ്വാമിക്ക് നമ്മൾ വടമാല, ആ വടമാലയിലെ വടയുടെ ആ ടേസ്റ്റാണിത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ശ്രീരംഗം എന്നുള്ള പ്രധാനപ്പെട്ട ട്രിച്ചിയിലെ പ്ലേസാണിത്. അതായത് ട്രിച്ചി ടൗണിൽ നിന്ന് 7 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് വിശ്വാസികൾ രംഗസ്വാമി ടെമ്പിൾ. ഇവിടെ മഹാവിഷ്ണുവും രംഗനായികി അങ്ങനെയാണ് ഇവിടെ സങ്കല്പം. 2 ഡൈറ്റീസ് ഉണ്ട്, പിന്നെ ഉപദൈവങ്ങളുണ്ട്, ഒന്നും പറയണ്ട, ഒരുപാട് വളരെ ഫേമസ് ആണ് ഈ ഒരു ടെമ്പിള്. 108 ദിവ്യ ദേശങ്ങളുടെ ഏറ്റവും പ്രഥമ സ്ഥാനമാണ് ഈ ഒരു ക്ഷേത്രത്തിന്, ഫോർമോസ്റ്റ് അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ തമിഴ്നാട് സെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ടെമ്പിൾ ടൂറിസം വളരെ ഇമ്പോർട്ടൻറ്റ്. സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ചു, എങ്കിലും കോഫി ഷോപ്പ് ഫിൽറ്റർ കോഫി എല്ലാം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഓ, വലിയൊരു കുളമുണ്ട്. ഇത് മുളക് പൊങ്കൽ. ഇത് സ്വീറ്റ് അല്ല കേട്ടോ, ഇത് കുരുമുളക് ഇട്ട പൊങ്കലാണ്. ഇത് നെയ്യ് നോക്കി ഭയങ്കര റിച്ചായിട്ടാണ് ചെയ്തത്. ഇവിടുത്തെ ക്യൂ കണ്ടോ. ഇതിവിടെ പ്രസാദം ഫ്രീ ആണ്. ഇത് മേടിക്കാനുള്ള ആൾക്കാരാണ് എനിക്ക് കിട്ടി. വാ, എന്താ ടേസ്റ്റ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നു. അയ്യോ, ടു ഗുഡ്. ഇവിടുത്തെ പൊങ്കൽ, ഈ പൊങ്കൽ കഴിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് വെച്ചാൽ രക്ഷയില്ല. ചൂട് ചൂട് ചൂട്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എല്ലാം കോവിൽ എന്നാണ് പറയുന്നത് തമിഴിൽ. കുറേ ഗോപുരങ്ങൾ കടന്നാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ കുറേ, എല്ലാ ക്ഷേത്ര നഗരികളിലും കാണുന്ന പോലെ ക്ഷേത്രത്തിന് മുന്നിൽ കുറേ കടകളുണ്ടാവും. അതിൽ ഇതൊരു വളരെ വ്യത്യസ്തമായ കടയാണ്. ഇവിടെ നെയ്യ് വെണ്ണ. ഓക്കെ, സുതന്തിര ഗീ സ്റ്റോർ എന്നാണ് പേര്. സുതന്തിര അല്ലേ. ഇത് നോക്കിയേ, പ്യുവറായിട്ടുള്ള ഗീ. അവർ വെണ്ണ ഉരുക്കിയ നെയ്യാണ്. പാക്കറ്റ്സിൽ ഇങ്ങനെ. ഇത് എത്ര ഗ്രാം? 100 grams. എന്നാ വില? 84 rupees. ഇത് 100 gram ഒരെണ്ണം എടുത്തുമ്പോൾ. ഓക്കെ, അത് പിന്നെ വെണ്ണ ഇരിക്കുക, വെണ്ണ ഉണ്ട്, പ്യുവർ വെണ്ണ. ഇത് 100 gram is 64 rupees. ഓക്കെ, ടേക്ക് 100 grams. ഓക്കെ, ഇതെല്ലാം ഹോം മെയ്ഡ് ബട്ടർ ഗീ എല്ലാം ആണ് സംഭവം. അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ. അപ്പോൾ അത് ജസ്റ്റ് മേടിക്കാം. ഇതെന്നെ ഡിഫറൻസ്? ഈ നെയ്യ് വേറെ നെയ്യ്. ദിസ് ഈസ് ബഫലോ. ഓ, ഇത് ബഫലോ ഗീ. ദിസ് ഈസ് കൗ ഓർ ബഫലോ? ദിസ് ഈസ് കൗ, ദിസ് ഈസ് ബഫലോ. ഓ, അതാണ് ആ കളർ ഡിഫറൻസ്. നോക്കി, ഇത് ബഫലോ ഗീ ആണ്, ഇത് കൗ ഗീ ആണ്. ഇത് നല്ല യെല്ലോ കളർ, ഇത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബഫലോ ഗീ. ഓക്കെ, ഭഗവാന്റെ വിളക്കെല്ലാം കത്തിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും. ദിസ് ഇസ് കൗ. ദിസ് ഇസ് ഓൾസോ ഫോർ നെയ് വിളക്ക്. ഇത് നെയ് വിളക്ക് കത്തിക്കുമാ? ഇത് സാപ്പാട്ടുക്കാ? ഇത് നെയ് വിളക്കാ? ഓ, ഇത് താൻ സാപ്പാട്ടുക്ക് ഉപയോഗിക്കണേ? സാപ്പാട്ടുക്ക് ബഫലോ ഗീ ഫാറ്റ് ഉണ്ട്. അത് സാപ്പാട്ടുക്ക് എടുക്കുമാ? ഓ, ബഫലോ ഗീ നല്ല ഫാറ്റിയാണ്. അത് സാപ്പാട്ടുക്ക്. ഇത് കൗഗി, അത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പറയുന്നത്. എരുമപ്പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ്. എന്താ മണം നോക്കി ഇവിടെ നിൽക്കാൻ വയ്യ, നല്ല മണം.
നെയ്യുടെ മണം. വേണ്ട വേണ്ട. ആ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ആൾക്കാരിങ്ങനെ വന്ന് വാങ്ങിയിട്ട് പോകും. ദിസ് ഈസ് ബഫലോ ഓർ കൗ? ബഫലോ ബട്ടറാണ് കേട്ടോ. വൈറ്റ് കളർ അതാണ്, നല്ല വൈറ്റ്. കൗ ബട്ടർ ഇരിക്കെ ഉള്ളി. ഓക്കെ, കൗവിൻ്റെ ഗീ മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് അത് ഉരുക്കുന്നു എന്ന് തോന്നുന്നു നെയ്യായിട്ട്. ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ്. ഇത് ഈസ്റ്റ് നട അല്ല, ഇത് സൗത്ത് നട. ഓക്കെ, ഇതാണ് കട. ചെറിയ കട, പക്ഷെ നല്ല ഒത്തൻറ്റിക്. അപ്പോൾ എൻ്റെ ഓട്ടോ ഈസ് വെയിറ്റിംഗ്. ഇനി അങ്ങോട്ട് കയറാം. ജംബുകേശ്വരൻ അഖിലാണ്ടേശ്വരി ടെമ്പിളിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വേറെ അടിപൊളി കടയുണ്ടെന്ന്, പാർത്ഥസാരഥി വിലാസ്. അപ്പോൾ അത് ആദ്യത്തെ ദിവസം വന്നപ്പോൾ അന്ന് അവധിയായിരുന്നു ആ കടയ്ക്ക്, ഹോളിഡേ. അപ്പോൾ ഇന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൈഡേ എന്ത് കിട്ടും? കേസരി. ഓക്കെ. പാർത്ഥസാരഥി വിലാസ് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. ഓണറാണ്, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് വൈഫ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. മോർണിംഗ് ഉണ്ട്. ആ, 5:15 തുടക്കം 5:15. ആ, ഓക്കെ. 5:15 റവ പൊങ്കലും സാമ്പാർ വടയും റെഡിയാ இருக்கும். റവ പൊങ്കൽ ആൻഡ് സാമ്പാർ വട. റവ പൊങ്കൽ 6:15 ഓക്കെ കിട്ടും. ആ, 6:15 ആകുമ്പോൾ തീരും. അയ്യോ. ആ, ഇഡ്ലി, ആ, ദോശ, ഓക്കെ, പൂരി, അതല്ല 7:30. 7:30. ഇത് എത്ര മണിക്ക് ക്ലോസ് ചെയ്യും? இது வந்து 11 o'clock ക്ലോസ് പണി. லஞ்ச் கிடையாது. ലഞ്ച് ഇല്ല. ഓക്കെ, ഓൺലി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. அகைன் ഈവനിങ്. 3 o'clock வரப்ப. ആ, 3 to 9. அப்போ உங்களுக்கு பொடி தோசை, ചപ്പാത്തി, വെറൈറ്റി ദോശാസ് അങ്ങനെയാണ്. ഇപ്പം ഇവിടെ 6:30 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ റവ പൊങ്കൽ കഴിക്കാൻ പറ്റും അല്ലേ? 5 മണിക്ക് 5 o'clock. ഓ, അപ്പോൾ ടെമ്പിളിൽ വന്നിട്ട് അല്ലേ ഇവിടെ വന്ന് റെഡിയാവും. 5 മണിയാകുമ്പോൾ പൊങ്കൽ, റവ പൊങ്കൽ. ഓക്കെ, 5 to 6 പൊങ്കൽ ഉണ്ടാവും. 7 ആകുമ്പോൾ ഇഡ്ലി വട. ഓക്കെ, പൂരി ദോശ. അപ്പോൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക്. അത് കഴിഞ്ഞാൽ 11 o'clock ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയമില്ല. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സാമ്പാർ വട കിടക്കും, നെയ് റോസ്റ്റ്, ബട്ടർ റോസ്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, പൂരി അതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിക്കാം. ഓക്കെ, താങ്ക് യു. ഇത് സാമ്പാർ വട ഇങ്ങനെയാണ് വരുന്നത്. സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ എന്താണ് പറയുക, ഗുണ്ടുമണി വട. അതിൻ്റെ കൂടെ സാമ്പാറിൽ ഇങ്ങനെ കുതിർന്നിരിക്കും. അടിപൊളി. ഇത് 5 മണി തൊട്ട് കിട്ടുന്ന പറയുന്നത് രാവിലെ. ഇവർക്കെല്ലാം ടൈമിംഗ് ഉണ്ട്. മോർണിംഗ് 5 o'clock വന്ന റവ പൊങ്കൽ, സാമ്പാർ വട എല്ലാം. 11 മണിക്ക് ക്ലോസ് ചെയ്യും. ഞാനൊരു 10 മുമ്പ് എത്തി കേട്ടോ. ഇനി ഇവിടുത്തെ ബട്ടർ ദോശയും കൂടി പറയാം. എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ ബട്ടർ ദോശ കഴിക്കാം. അതും നല്ലതാണ്, അവരുടെ സ്പെഷ്യലാണ്. അലിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് കാണണം. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ടർ ദോശ. ഓക്കെ, നല്ല മണം. ഈ റോസ്റ്റിൻ്റെ ഷേപ്പല്ല, ദിസ് ഇസ് ഡിഫറെൻറ്റ്. മറ്റേത് റൗണ്ടായിട്ട് ഇങ്ങനെ പേപ്പർ ദോശ പോലെ വരും. ഇത് ബട്ടർ, ഫുൾ ബട്ടറാണ് കേട്ടോ. അയ്യോ, സാമ്പാർ വേണ്ട, ചട്നീസ് വാങ്ങിക്കാം. ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ആൾ കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. 11 മണി ആകാനായി. ചട്നി, ഞാൻ സാമ്പാറൊക്കെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കഴിക്കുന്നതാണ്. പക്ഷേ ഇഡ്ഡലി സാമ്പാർ, വട സാമ്പാർ. ഇത് പൊട്ടുകടലയാ, പൊട്ട് തേങ്ങാക്കൊട്ട്, മുളക് ഇടിക്കുക, ടൊമാറ്റോ ചട്നി ഉണ്ടോ? ടൊമാറ്റോ ചട്നി. ചൂടായിട്ട് ബട്ടർ ദോശ. ആഹാ, അടിപൊളി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ തമിഴ്നാട്ടിൽ തന്നെ വരണം.
സൗത്ത് ഇന്ത്യൻ ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ്. പ്രമാദപ്പം. ആഹാ, ടേസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായി കഴിക്കട്ടെ. ഒരു ഫിൽറ്റർ കോഫിയും കൂടെ പറയാം. എൻ്റെ ഫിൽറ്റർ കോഫിയും എത്തി. ഇത് ഇവിടെ ഇങ്ങനെ തരുന്നത് കണ്ടോ, ചില കടകളിലെല്ലാം ഇങ്ങനെ താഴെ പാൽ എക്സ്ട്രാ വെച്ചിരിക്കും. കൊള്ളാം, അടിപൊളി. ഇവിടെ ഒരു അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടുന്ന കോഫി മാത്രമുള്ളൊരു സ്ഥലമുണ്ട്, ഒരു കടയുണ്ട്, മുരളി ഷോപ്പ്, അങ്ങനെ എന്താണ് കോഫി ഷോപ്പ്. അത് നമ്മുടെ ശ്രീരംഗം ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. ഞാനിന്ന് അവിടെ എത്തിയപ്പോൾ താമസിച്ചു പോയി. എത്തിയ ഉടനെ പോയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. രാവിലെ കോഫിയും കുടിച്ചിട്ട് ടെമ്പിളിൽ കയറിയാൽ മതിയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുടിക്കാം. അതുകൊണ്ടത് തിരിച്ചിറങ്ങിയപ്പോൾ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈവനിങ് തുറക്കും. അപ്പോൾ പറ്റുമെങ്കിൽ പോകാമെന്ന് വിചാരിക്കും. അത് നല്ല കുഴപ്പമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുഷ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. 11 മണിയായി. അവരുടെ ക്ലീനിങ് സമയമായി കഴിഞ്ഞു. നമുക്ക് മാറിക്കൊടുക്കാം. ഇത് 1943 ഓൺവേർഡ്സ് ഉള്ള കടയാണ് കേട്ടോ. 1943, 80 വർഷത്തിന് മേലെ പഴക്കം. ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ ഓണറിൻ്റെ അച്ഛൻ തുടങ്ങിയ കട. ഇവിടെ മിക്കവാറും നമ്മൾ അങ്ങനത്തെ നല്ല പണ്ടത്തെ നല്ല ട്രഡീഷണൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും പഴക്കമുള്ള ഹോട്ടൽസിൽ കയറുമ്പോൾ അവരുടെ ആ ഒരു തലമുറകൾ കൈമാറി വന്ന പാചക രഹസ്യങ്ങളാണ്. അത്രയും നന്നായിട്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ ട്രിച്ചിയുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നല്ല വെയിലായി കഴിഞ്ഞു, ഉച്ച സമയം. തിരിച്ച് ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നു. അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതുവരെ